എല്ലാവർക്കും നമസ്കാരം. ധ്യാനത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ. ഒരു വ്യക്തിയിലേക്ക് ധ്യാനം സംഭവിക്കാൻ ഒരു ഊർജം നമ്മളിലേക്ക് നമ്മുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ ശരീരത്തിന് മനസ്സിൽ നിന്ന് അകന്നു നിന്നിട്ട് ആ പ്രത്യേകാരാവസ്ഥയിൽ നമ്മൾ ധ്യാനം അനുഭവിക്കുന്നത്. ധ്യാനത്തിന് ഒരു രീതിയിലുള്ള ഒരു മനസ്സിൻ്റെ പശ്ചാത്തലവുമില്ല. അത് ശുദ്ധമായൊരു പ്രകാശമാണ്, ശുദ്ധമായൊരു ബോധമാണ്, തിരിച്ചറിവാണ് ധ്യാനം. അപ്പം ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്. ധ്യാനം തന്നെ സംഭവിക്കുന്നതാണ്. അതിന് ധ്യാനത്തിന് ശക്തി വേണം. നമുക്ക് ഒരു ഗുരു നൽകുന്നത് എപ്പോഴും ധ്യാനത്തിലേക്കുള്ള ശക്തിയാണ്. ഒരു ക്ഷേത്രം നൽകുന്നത് ധ്യാനത്തിലേക്കുള്ള ശക്തിയാണ്. ഒരു യന്ത്രം നൽകുന്നതും ധ്യാനത്തിന് വേണ്ടിയുള്ള ശക്തിയാണ്. ധ്യാനശക്തി യന്ത്രം കോൺസെൻട്രേഷൻ ചെയ്ത ഒരു സജീവമായിട്ടുള്ള ഒരു ഊർജമാണ്. ഒരു വ്യക്തിക്ക് ആ ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യാനും ആ നിർവ്വാണ സ്റ്റേറ്റിനെ അനുഭവിച്ചറിയുവാനുമായിട്ട് ബ്രാഹ്മിന്ന് ധ്യാനശക്തി യന്ത്രം ധ്യാനം പരിശീലിക്കുന്ന ആൾക്കാർക്കത് ഉപകാരപ്പെടും. ബ്രാഹ്മി 21 ഡേയ്സും ശക്തിക്രിയയും കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ നിന്നുള്ള ഒരു ഊർജ പ്രവേശനത്തിലുള്ള ഒരു ബന്ധം അത് നല്ല രീതിയിൽ തന്നെ സജീവമാകും. ഈ 2 പരിശീലനത്തിന് ശേഷവും ധ്യാനശക്തി യന്ത്രം ബ്രാഹ്മി 21 ഡേയ്സിൽ അറ്റൻഡ് ചെയ്തവരും ശക്തിക്രിയയും കഴിഞ്ഞവർക്കൊക്കെ അറിയാം. ആ 21 ഡേയ്സിൽ ഒരു ഊർജ്ജ പ്രഭാവമുണ്ട്. അതിൻ്റെ എപ്പോഴും ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ആന്തരിക ഘടനയെല്ലാം തന്നെ ഈ ഭൗതിക ചക്രങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആയിട്ടുള്ള ക്രമീകരണത്തിലാണ് ഇരിക്കുന്നത്. ഒരു യന്ത്ര രീതിയിലാണ്. ഒരു യന്ത്രം പോലെ നിങ്ങളുടെ ഊർജ്ജ ശരീരത്തിനെ നിർമ്മിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ധ്യാനശക്തി യന്ത്രം. ധ്യാനശക്തി യന്ത്രം ധ്യാനത്തിൻ്റെ ആ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗമാണ്. ഒരു ഗുരുവിൻ്റെ ലൈവ് പ്രസൻസും കൂടിയാണ് ജീവിതത്തിലൊരുനേളയായിട്ട്. ഒന്നും വേണ്ട, ഇരിക്കുക, അത് തന്നെ സംഭവിച്ചോളൂ. നമസ്കാരം.